ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2020 റിലീസ് ചെയ്ത ഒരു റഷ്യൻ ഫാന്റസി ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ബാബ യാഗ ടെറർ ഓഫ് ദി ഡാർക്ക് ഫോറസ്റ്റ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു സസ്പെൻസ് ഹൊറർ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ തുടക്കത്തിലെ ബാബ യാഗ എന്ന വളരെ ക്രൂരിയായ ഒരു മന്ത്രവാദിനിയുടെ കഥയാണ് നമ്മളോട് പറയുന്നത്. ഒരിക്കൽ ബാബ യാഗ എന്ന മന്ത്രവാദിനി അവൾ നമ്മുടെ ഈ ലോകത്തിനും മരിച്ചുപോയവരുടെ മറ്റൊരു ലോകത്തിനും ബോർഡറിലായിട്ട് മറ്റൊരു മാന്ത്രിക ലോകം ക്രിയേറ്റ് ചെയ്ത് അവിടെയാണ് താമസിച്ചിരുന്നത്. ആ മന്ത്രവാദിനിയുടെ വിശ്വസ്ത ജോലിക്കാരായിരുന്നു നാവ്സ്. പാതി മനുഷ്യനും പാതി പക്ഷിയുടെ രൂപത്തിലുള്ള ഒരു ക്രീച്ചർ. ഈ നാവ്സ് ആണ് ഭൂമിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ മോഷ്ടിച്ച് ബാബയാഗയുടെ മാന്ത്രിക ലോകത്തിലേക്ക് കൊണ്ടുപോയിരുന്നത്. അതിനുശേഷം ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മറന്നുപോകും. കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങള്, കളിപ്പാട്ടങ്ങള്, അങ്ങനെ എല്ലാം തന്നെ ആ വീട്ടിൽ നിന്ന് മറഞ്ഞുപോകും. പക്ഷേ ഒരിക്കൽ ബാബയാഗ തട്ടിക്കൊണ്ടുപോയ ഒരു ആൺകുഞ്ഞിന്റെ സോൾ അത് വളരെ പ്യോറായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിന്റെ ആത്മാവിനെ ഭക്ഷിക്കാൻ ശ്രമിച്ച ബാബയാഗ എന്നേക്കുമായി ആ മാന്ത്രിക ലോകത്ത് തടവിലായി. ഇപ്പോ അവൾക്ക് മരിച്ചവരുടെ ലോകത്തേക്കും പോവാൻ കഴിയില്ല, നമ്മുടെ ഈ ഭൂമിയിലേക്കും വരാൻ കഴിയില്ല. എന്നാലും ബാബയാഗ തന്റെ പരാജയം സമ്മതിക്കാൻ തയ്യാറായില്ല. വർഷങ്ങളായി അവൾ പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് ആരെയോ കാത്തിരിക്കുകയാണ്. അതായത് പ്യോർ സോളുള്ള മറ്റൊരു കുഞ്ഞിന്. ആർക്കാണോ ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് ഈ മാന്ത്രിക ലോകത്തേക്ക് കടക്കാൻ കഴിയുന്നത്, അവരിലൂടെ മാത്രമേ അവൾക്കിനി പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇപ്പോഴും ആ മന്ത്രവാദിനിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് അവളുടെ സെർവൻസ് ആയിട്ടുള്ള നാവ്സ് തന്നെയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ബാബയാഗ എന്ന മന്ത്രവാദിനിയുടെ ഈ ഒരു കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വെറും ഒരു മുത്തശ്ശി കഥ മാത്രമായി മാറി. ഇങ്ങനൊരു ഇൻട്രോ കാണിച്ചാണ് ചിത്രം തുടങ്ങുന്നത്. അടുത്ത സീനിലെ ഒരു കൊച്ചു പയ്യൻ റോഡിലൂടെ ആരെയോ തെരഞ്ഞു നടക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ കഥാനായകൻ ഈഗോർ. അവൻ ഈ പാതിരാത്രിക്ക് ആരെയാണ് തെരയുന്നത്? ആ സമയത്ത് ഇരുട്ടിൽ നിന്ന് ഒരു സ്ത്രീ അവന്റെ അടുത്തേക്ക് നടന്നു വന്നു. അത് ഈഗോറിന്റെ അമ്മയാണ്. ഈഗോർ അങ്ങനെ അമ്മയെ കണ്ട സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാർ അവരെ ഇടിക്കാനായിട്ട് പാഞ്ഞു വന്നു. പെട്ടെന്നാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. സത്യത്തിലെ ഈഗോർ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ അവന്റെ അമ്മ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അന്ന് ആ ആക്സിഡന്റില് ഈഗോറും അവന്റെ അച്ഛനും മാത്രമാണ് രക്ഷപ്പെട്ടത്. അന്ന് അവനൊരു കൊച്ചു കുഞ്ഞായിരുന്നു. ഇപ്പോ ഈഗോറിന്റെ പിതാവ് അലക്സി രണ്ടാമതും ഒരു വിവാഹം കഴിച്ചു. അവന്റെ ഇപ്പോഴത്തെ അമ്മയുടെ പേര് ജൂലിയ. അതുമാത്രമല്ല, അവനിപ്പോ ഒരു അനിയത്തി കൂടിയുണ്ട്, വാര്യ. ജൂലിയ നമ്മുടെ നായകനെ സ്വന്തം മകനെ പോലെ തന്നെയാണ് നോക്കുന്നത്. എന്നാൽ അവൻ തന്റെ അമ്മയെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജൂലിയുമായി ഈഗോർ എപ്പോഴും വഴക്കിടും. അധികം സംസാരിക്കില്ല. ജൂലിയ ഫുഡ് കൊടുത്താൽ അവൻ കഴിക്കില്ല. പിന്നെ അമ്മയുടെ പേരും പറഞ്ഞ് അവൻ എപ്പോഴും അച്ഛനുമായി വഴക്കിടും. ഈഗോർ എത്ര തന്നെ മോശമായി സംസാരിച്ചാലും ജൂലിയ അവനോട് ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല. അവനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പോ അലക്സിയും ഫാമിലിയും പുതുതായിട്ട് ഒരു അപ്പാർട്ട്മെന്റിലേക്ക് താമസത്തിനായിട്ട് വന്നിരിക്കുകയാണ്. ഈഗോറിന്റെ ഈ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറാനായിട്ട്. അന്ന് രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ അലക്സി ആ വീട്ടിലെ പല ഭാഗത്തായിട്ട് ക്യാമറ ഫിക്സ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് പുതുതായിട്ടൊരു നാനി വരുന്നുണ്ട്. അതാവുമ്പോ ആ വീട്ടിലെ എല്ലാവരുടെ ഫോണിലേക്കും ക്യാമറ കണക്ട് ആയിരിക്കും. അവർക്ക് എപ്പോഴും കുഞ്ഞ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ കഥയിലെ നായിക ഡാഷ. ഡാഷയ്ക്ക് സ്കൂളിലോ അല്ലെങ്കിൽ വീടിനടുത്തോ സുഹൃത്തുക്കളോ ആരും തന്നെയില്ല. സത്യത്തില് അവള് ആരുമായും കൂട്ടുകൂടുന്നത് ഡാഷയുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഡാഷ എപ്പോഴും ഇന്റർനെറ്റിലെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനോടാണ് സംസാരിക്കുന്നത്. വേറെ ആരോടും സംസാരിക്കാറില്ല. അവൾ അങ്ങനെ ക്ലാസ്സിലേക്ക് നടക്കുന്ന സമയത്ത് ഒരു ബുള്ളിക്ക് അങ്ങ് അവളുടെ കയ്യിലെ ഫോൺ തട്ടിപ്പറിച്ച് അവളെ തടഞ്ഞു നിർത്തി. ഈ ഒരു സമയത്താണ് നമ്മുടെ നായകന്റെ എൻട്രി. ഇത് കണ്ടുവന്ന ഈഗോർ ആണെങ്കില് ആ പയ്യന്മാരുടെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങി അത് ഡാഷയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അവര് ചുമ്മാ നിക്കോ? നീ ആരാ? നീ എന്താ എന്നെ നോക്കി പേടിപ്പിക്കുകയാണോന്ന് പറഞ്ഞ് ആന്റോൺ ഈഗോറിന് 2 എണ്ണം കൊടുത്തു. ഡാഷ പിന്നെ നായകനോട് സംസാരിക്കാനൊന്നും നിന്നില്ല. ഇത് ആവശ്യമില്ലാത്ത പണിയായി പോയി എന്ന് പറഞ്ഞ് അവള് നേരെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. അന്ന് വൈകിട്ട് ഈഗോർ ക്ലാസ് കഴിഞ്ഞ് തന്റെ വീട്ടിലെത്തി. മുറിയിലേക്ക് പോകുന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ നിന്ന് തന്റെ സഹോദരിയുടെ കളിയും ചിരിയൊക്കെ കേൾക്കാം. അവൻ ജൂലിയോട് ഒരു തിരി ദേഷ്യം കാണിക്കുമെങ്കിലും അനിയത്തിയെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാ ഈഗോർ ആ മുറിയിലേക്ക് ചെല്ലുമ്പോ കുഞ്ഞ് കസേരയിലിരിക്കുകയാണ്.
അത് കണ്ട് അവനാകെ ഷോക്കായി. കുഞ്ഞിനത്ര പ്രായമായിട്ടില്ല. അവൻ ആ ഒരു ഷോക്കിൽ നിൽക്കുന്ന സമയത്താണ് കുഞ്ഞിനെ നോക്കാനായിട്ട് വന്ന നാനിയും അവന്റെ അമ്മയും ആ മുറിയിലേക്ക് വരുന്നത്. കുഞ്ഞിനെ കസേരയിലിരുത്തിയത് ഈഗോർ ആണെന്ന് പറഞ്ഞ് അന്ന് ആദ്യമായിട്ട് ജൂലി അവനെ വഴക്ക് പറയുന്നുണ്ട്. എന്നാ അവൻ പറയുന്നത് കേൾക്കാൻ ആരും തന്നെ തയ്യാറായില്ല. ഈ ഒരു കാര്യം ചെയ്തത് കുഞ്ഞിനെ നോക്കാൻ വന്ന നാനി തന്നെയാണ്. അങ്ങനെ ഈഗോറിനെ കുഞ്ഞിനെ നോക്കാൻ വന്ന ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേട് പോലെ തോന്നി. വന്നു കയറിയ ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞ് അമ്മയെ കൊണ്ട് അവന് വഴക്ക് കേൾപ്പിച്ചു. അവൻ ആ സ്ത്രീ ഈ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മറഞ്ഞു നിന്ന് നിരീക്ഷിച്ചോണ്ടിരുന്നു. പെട്ടെന്നാണ് അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരുന്ന ടീന അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത്. ഈ ഒരു ഒറ്റ സെക്കൻഡിലെ അവനാകെ പേടിച്ചുപോയി. കുഞ്ഞിനെ നോക്കാൻ വന്ന നാനി നമ്മുടെ ഈഗോറിനെ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ്. ഈ ഒരു സ്ത്രീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അവന് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. ആ കറക്റ്റ് സമയത്താണ് അലക്സി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. ടീനയെ കണ്ട് അലക്സി ഒന്ന് സർപ്രൈസ് ആയി. അവര് പ്രതീക്ഷിച്ചിരുന്നത് കുറച്ച് പ്രായമായ ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ അവര് കുറച്ച് സമയം സംസാരിക്കുന്നു, പരിചയപ്പെടുന്നു. ഇതൊന്നും തന്നെ ഈഗോറിന് അത്രക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനി അവൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവന്റെ പേരൻസ് അതൊന്നും തന്നെ കേൾക്കാൻ പോകുന്നില്ല. അന്ന് വൈകിട്ട് അച്ഛനും മോനും ബാസ്കറ്റ് ബോൾ കളിക്കുന്ന സമയത്ത് ഒന്ന് രണ്ടും പറഞ്ഞ് അവര് തമ്മിൽ വഴക്കായി. അലക്സി മറ്റൊരു വിവാഹം കഴിച്ചത് അവൻ ഇപ്പോഴും ഉൾക്കൊള്ളാനേ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോ കുഞ്ഞിനെ നോക്കാൻ വന്ന നാനി ആ സ്ത്രീയെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് എന്റെ അമ്മയെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഈഗോർ ആകെ ദേഷ്യപ്പെട്ട് ആ പന്തെടുത്ത് തൊട്ടടുത്ത കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ആ സമയത്ത് അതുവഴി പോയൊരു ഫോട്ടോഗ്രാഫർ ഇവാൻ ആ പന്തെടുത്ത് അവർക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് തന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ഈഗോർ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. അവൻ വേഗം തന്നെ ഫോൺ എടുത്ത് CCTV ചെക്ക് ചെയ്ത് നോക്കുമ്പോ എന്തോ ഒരു കറുത്ത രൂപം കുഞ്ഞിന്റെ തൊട്ടിലിനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ടാകെ പേടിച്ചു പോയി അവൻ ആ ഫോണുമായി പതിയെ കുഞ്ഞിന്റെ മുറിയിലേക്ക് നടന്നു. കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. എന്നാൽ ആ മുറിയില് അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ ഫോണില് നോക്കുമ്പോ അവന്റെ തൊട്ട് പിന്നിലെ കസേരയിലെ ഒരു കറുത്ത രൂപം ഇരിക്കുന്നുണ്ട്. അതവന് നേരിട്ട് കാണാൻ കഴിയുന്നില്ല. ഫോണില് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഒരു പേടിയോടെയാണെങ്കിലും അവൻ പതിയെ ആ കസേരയുടെ അടുത്തേക്ക് നടന്നു. അതാരാണെന്ന് നോക്കാനായിട്ട്. പെട്ടെന്ന് ആ കറുത്ത രൂപം കുഞ്ഞിന്റെ തൊട്ടിലിനടുത്തേക്ക് പാഞ്ഞു. നോക്കുമ്പോ പാതി മനുഷ്യനും പാതി പക്ഷിയുടെ രൂപത്തിലുള്ള ഒരു ക്രീച്ചർ. ഈ ഒരു കാഴ്ച കണ്ട ഈഗോർ തന്റെ ജീവനും കൊണ്ട് തിരികെ തന്റെ മുറിയിലേക്ക് ഓടി. അപ്പ തന്നെ ഡോറില് പടപടയെന്ന് ആരോ തട്ടുന്നുണ്ട്. അപ്പോ ഒരു മനുഷ്യന്റെ കാലും ഒരു ഇരുമ്പിന്റെ സ്റ്റിക്കും അത് അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ആ ഡോർ അങ്ങനെ തനിയെ തുറന്നു വന്നു. ആ ഇരുട്ടില് ഈഗോറിനെ ആരെയും കാണാനില്ല. ആകെ ഭയന്നു പോയവൻ ആ സാധനം തന്റെ അടുത്തേക്ക് വരുന്ന പേടിച്ച് താഴെ കിടന്നിരുന്ന ഒരു പന്തെടുത്ത് മുറിക്ക് വെളിയിലേക്ക് ഒരു ഒറ്റ ഏറാണ്. അപ്പോ മുറിക്ക് വെളിയിലായിട്ട് ഒരു സ്ത്രീയുടെ കരച്ചില് കേൾക്കാം. അത് ജൂലിയായിരുന്നു. ഇപ്പോ അവന്റെ പേരൻസ് എന്താ വിചാരിക്കുന്നത്? അവൻ അമ്മയോടുള്ള ദേഷ്യം കാരണം മനഃപൂർവ്വം പന്തെടുത്ത് എറിഞ്ഞതാണ്. ഇങ്ങനൊരു വിചിത്രമായ രൂപം തന്നെ ആക്രമിക്കാൻ വന്നതായിട്ട് പറഞ്ഞിട്ടും അവര് രണ്ടുപേരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവര് CCTV ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഈഗോർ പറഞ്ഞ അങ്ങനൊരു കറുത്ത രൂപത്തെയും അതിൽ കാണാനുമില്ല. അടുത്ത സീനിലെ ആ ബുള്ളി ഗ്യാങ്ങിലെ പയ്യൻ ആന്റോണിനെയാണ് കാണിക്കുന്നത്. ആന്റോൺ ഒരു ഓർഫൺ ആണ്. അവന്റെ ഗാർഡിയനായ ഈ ഒരു സ്ത്രീ അവനെ ഒത്തിരി വഴക്ക് പറയും, നിർബന്ധിച്ച് ഒത്തിരി ജോലി ചെയ്യിക്കും. അവൻ ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളും അവന് കൊടുക്കില്ല. അവന് പോക്കറ്റ് മണി ഒന്നും കൊടുക്കില്ല. ക്ലാസ് കഴിഞ്ഞ ഷോപ്പിൽ എന്തെങ്കിലും ജോലി കൊടുക്കും. പിന്നെ ഫ്രണ്ട്സിനോടൊപ്പം പൊക്കോളാൻ പറയും. രാത്രി ഒരു 10 മണി 11 മണി ആവാതെ ആന്റോണിനെ ആ സ്ത്രീ വീട്ടിലേക്ക് കയറ്റത്തില്ല. ഇങ്ങനെ ആ സ്ത്രീ അവനെ വഴക്ക് പറയുന്നതും നിർബന്ധിച്ച് ജോലികളൊക്കെ ചെയ്യിക്കുന്നതൊക്കെ ഷോപ്പിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വന്നിരുന്ന ഡാഷ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അവനെ കളിയാക്കാനോ അതൊന്നും അത്രയ്ക്ക് കാര്യാക്കാതെ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി. അവള് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ് ഈഗോർ അവളോട് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നത്. നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ഇല്ല, എന്നാ നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയിക്കൂടെ എന്ന് ഈഗോർ ചോദിക്കുമ്പോൾ ഡാഷ തന്റെ അമ്മയെ കുറിച്ച് പറയും. തനിക്ക് ആരോടും സംസാരിക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, തന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആന്റോണും ടീമും ഒരു കത്തിയായിട്ട് അവരുടെ അടുത്തേക്ക് ഓടി വരുന്നത്. ഇത് കണ്ട് പേടിച്ചു പോയി അവര് രണ്ടുപേരും തൊട്ടടുത്ത കാടിനകത്തേക്ക് ഓടാൻ തുടങ്ങി. ആ കാടിനകത്ത് മരങ്ങളിലൊക്കെ തന്നെ ചുവന്ന ചരടുകൾ കൊണ്ട് കെട്ടിയിരുന്നു. ഇപ്പോ കത്തിയായിട്ട് അവരുടെ പിന്നാലെ പാഞ്ഞു വന്നിരുന്ന ആന്റോൺ ആണെങ്കില് കാടിനകത്ത് കെട്ടിയിരുന്ന ആ ചരടിൽ കുടുങ്ങി അവിടെ താഴേക്ക് മറിഞ്ഞു വീണു. ആ ഒരു സമയത്താണ് ഈ കാടിനകത്ത് താമസിക്കുന്ന ഇവാൻ ആ പയ്യന്റെ അടുത്തേക്ക് വരുന്നത്. അവനെ
കുഞ്ഞിനെ ആ ചരടിൽ നിന്ന് രക്ഷപ്പെടുത്തി ആന്റോണിന്റെ കയ്യിലെ കത്തി പിടിച്ചു വാങ്ങി. ഈ കാട് കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല, ഇനി നിന്നെ ഈ കാടിനകത്ത് കണ്ട നിന്റെ തലമണ്ട ഞാൻ ഓട്ടയാക്കുമെന്ന് പറഞ്ഞ് ഇവൻ ആ പയ്യനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഈഗോറും ഡാഷിയും ആ ബുള്ളിഗാങ്ങിനെ പേടിച്ച് കാടിന് നടുവിലുള്ള പഴയൊരു പവർ പ്ലാന്റിനകത്ത് കയറി ഒളിച്ചിരുന്നു. ആ പവർ പ്ലാന്റിനകത്ത് ഒരു ഫേർണസ് ഉണ്ടായിരുന്നു. അതൊരു തീച്ചൂളയാണ്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ഈഗോറിന് യാതൊരു പിടുത്തമില്ല. എന്നാൽ ഡാഷയ്ക്ക് അവളുടെ മുത്തശ്ശി ഈ കാടിനെ കുറിച്ചുള്ള എല്ലാ കഥകളും പറഞ്ഞു കൊടുത്തിരുന്നു. ഈ ഒരു ചൂളയിലെ മനുഷ്യരെയാണ് കത്തിച്ചിരുന്നത്, അതും ജീവനോടെ. ഈ കഥ കേട്ട് വിശ്വസിക്കാനാവാതെ ഈഗോർ അങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ അതേസമയം തന്നെ നായകന്റെ വീട്ടിലെ ജൂലി തന്റെ കുഞ്ഞിനു വേണ്ടി ഒരു സോക്സ് തുന്നിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല, ജൂലി അങ്ങനെ തന്നെ മയങ്ങിപ്പോയി. പിന്നെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ജൂലി കണ്ണു തുറന്നു. എന്നാ അത് ഒരുപാട് നേരം എടുത്തതുപോലെ അവൾക്ക് തോന്നിയിരുന്നു. ജൂലി അങ്ങനെ കണ്ണു തുറന്നു നോക്കുമ്പോ കാണുന്നത് ആ വീട് മുഴുവനും ചുവന്ന നിറത്തിലുള്ള നൂലുകളായിരുന്നു. എങ്ങനെ നമ്മൾ കാടിനകത്ത് ചുവന്ന ചരട് കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടിരുന്നില്ലേ, അതുപോലെ തന്നെ. അതുമാത്രമല്ല, കുഞ്ഞിനെ കാണാനില്ല. ആ സമയത്ത് തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു നൂലുണ്ട അതങ്ങനെ ആ സ്ത്രീയുടെ അടുത്തേക്ക് ഉരുണ്ടു വന്നു. ഇപ്പോ ജൂലി തൊട്ടടുത്ത മുറിയിലേക്ക് നോക്കുമ്പോ കാണുന്നത് പാതി മനുഷ്യനും പാതി പക്ഷിയുടെ രൂപത്തിലുള്ള ഒരു ക്രീച്ചറിനെയാണ്, നാവ്സിനെയാണ് കാണുന്നത്. ഈ ഒരു സമയം തന്നെ ഇവിടെ ഈഗോറിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അവൻ ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഈഗോർ ആകെ അമ്പരന്ന് പോയി. അവന്റെ വീട് നിറയെ ചുവന്ന ചരട്, മേശപ്പുറത്ത് അവന്റെ കുഞ്ഞനിയെത്തി മുട്ടിലിഴഞ്ഞു നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു വിഷ്വല് മാഞ്ഞുപോയി. ഇപ്പോ CCTVയില് കുഞ്ഞിനെ കാണാനില്ല, എല്ലാം നോർമലാണ്. ഈ ഒരു കാര്യം കണ്ട ഈഗോർ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഡാഷയെ കൂട്ടി തന്റെ വീട്ടിലേക്ക് ഓടി. കാരണം ഇന്നലെ രാത്രി കുഞ്ഞിനടുത്ത് ഒരു ക്രീച്ചറിനെ അവൻ കണ്ടതല്ലേ. അവരങ്ങനെ വീട്ടിലെത്തി അച്ഛനെയും അമ്മയെയും മാറി മാറി ഫോൺ ചെയ്ത് നോക്കിയെങ്കിലും രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. വീടിനകത്ത് ആരും ഉള്ളതായിട്ട് തോന്നുന്നുമില്ല. അവര് വേഗം തന്നെ ഭാര്യയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കി. കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. ഇനി തനിക്ക് തോന്നിയതാണോ അതോ ക്യാമറയുടെ വല്ല പ്രശ്നങ്ങളാണോ, ഈഗോറിന് യാതൊരു പിടിയില്ല. അതേസമയം നമ്മളെ കാണിക്കുന്നത് കാടിനകത്തെ അമാനുഷികമായ ആ ഒരു പവർ പ്ലാന്റ് ആണ്. ഈ സമയത്ത് പവർ പ്ലാന്റിന്റെ ഡോറ് തനിയെ തുറന്നു വന്നു. എന്നാൽ കുറച്ചു മുന്നേ ഈഗോറിന്റെയും ഡാഷയുടെയും പിന്നാലെ ഓടി വന്നിരുന്ന ബുള്ളി ഗാങ്ങിലെ മറ്റൊരു പയ്യനില്ലേ, ആന്റോണിന്റെ കൂട്ടുകാരൻ, ആ പവർ പ്ലാന്റിനെ നോക്കി നിൽക്കുന്നുണ്ട്. അവന്റെ രണ്ട് കണ്ണുകളും വെള്ള നിറത്തിലായി. മറുവശത്ത് ഡാഷയോട് യാത്ര പറഞ്ഞ് ഈഗോർ തിരിച്ച് കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ തൊട്ടിലെ ഭാര്യനെ കാണാനില്ല. പകരം അതൊരു പാവയാണ്. ആകെ പേടിച്ചരണ്ടു പോയ ഈഗോർ കുഞ്ഞിനെ ആ വീട് മുഴുവനും തെരഞ്ഞു നോക്കി. ഈ ഒരു സമയത്താണ് അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത്. അവിടെ വാക്യൂം ക്ലീനർ തനിയെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനാവട്ടെ വേഗം ഓടിച്ചെന്ന് അത് ഓഫ് ചെയ്ത് അതിന്റെ പവർ പ്ലഗ് ഒക്കെ വലിച്ചിടുന്നുണ്ട്. ആ കറക്റ്റ് സമയത്ത് എന്തോ ഒരു അദൃശ്യ രൂപം അവന്റെ അടുത്തേക്ക് വരുന്നത് പോലെ. അവൻ പേടിച്ചേരന്റെ ചുറ്റും നോക്കി, അവിടെ ആരെയും കാണാനില്ല. ഈഗോർ വേഗം തന്നെ ആ ക്ലീനറിന്റെ ഒരു ഭാഗം ഊരിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീശുന്നുണ്ട്. അങ്ങനെ തന്നെ അവൻ പറന്ന് തെറിച്ച് ദൂരേക്ക് വീണു. അവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പവർ പ്ലാന്റിലെ ആ ഫേർണസിനകത്ത് നമ്മുടെ ഈഗോറിന്റെ സഹോദരി, ആ ക്രീച്ചർ ആ കുഞ്ഞിനെ ഫേർണസിനകത്ത് വെച്ച് അടയ്ക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പെട്ടെന്ന് ഈ ഒരു സമയത്ത് ഈഗോർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. താനീ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്ന് വിശ്വസിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അവനാകെ പേടിയാവാൻ തുടങ്ങി. പിന്നെ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല, നേരെ കുഞ്ഞിന്റെ മുറിയിലേക്ക് ഓടി. സത്യത്തിലെ ആ ഒരു കാഴ്ച അവനെ കൊണ്ട് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. ഭാര്യയുടെ ഒരു സാധനങ്ങളും ആ മുറിയിലുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞാ വീട്ടിലുണ്ടായിരുന്നതിന്റെ ഒരു തെളിവ് പോലുമില്ല. അവിടെ കണ്ണാടിക്ക് തൊട്ടായിട്ട് ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു. ആകെ കിളി പാറി നിന്നിരുന്ന ഈഗോർ ആ ഫാമിലി ഫോട്ടോ എടുത്തു നോക്കി. അപ്പൊ തന്നെ ആ ഫോട്ടോയിലുണ്ടായിരുന്ന ഭാര്യ മറഞ്ഞുപോയി. അവര് 3 പേരും മാത്രമേ ആ ഫോട്ടോയിലുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിനെ കാണാനില്ല. ആകെപ്പാടെ കൺഫ്യൂസ് ആയ ഈഗോർ വേഗം തന്നെ അച്ഛന്റെയും അമ്മയുടെ അടുത്തേക്ക് ഓടി. അനീതി എവിടെ, ഭാര്യ എവിടെയാന്ന് ചോദിച്ച് ആകെ ബഹളം വെക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യം കേട്ട് അവന്റെ പേരൻസ് തങ്ങൾക്ക് മറ്റൊരു കുഞ്ഞേ ഇല്ലാത്തതുപോലെയാണ് സംസാരിക്കുന്നത്. അനീതിയോ, നീ ആരെ കുറിച്ച് ഈ പറയുന്നേ? ഇവരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം? അവൻ എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. അവനാകെ ഭ്രാന്ത് പിടിച്ചതുപോലെ അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. കുഞ്ഞിന്റെ ഓർമ്മയ്ക്കായുള്ള ഒരു സാധനങ്ങളും ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇവനെ കാണിക്കുന്നതൊക്കെ കണ്ട് ദേഷ്യം വന്ന അലക്സി
നിന്റെ കുറുമ്പത്തിരി കൂടിപ്പോയെന്ന് പറഞ്ഞ് ഈഗോറിനെ അവന്റെ മുറിയിൽ പൂട്ടിയിട്ടു. അവൻ ഉടനെ തന്നെ സഹായത്തിനായിട്ട് ഡാഷയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. തന്റെ സഹോദരിയെ കാണാനില്ല, നമുക്ക് അവളെ കണ്ടെത്തണം, എന്നെ സഹായിക്കാനൊക്കെ പറഞ്ഞ്. എന്നാൽ അതേ സമയം തന്നെ ഡാഷയുടെ അമ്മ അവളെ പുറത്തേക്ക് പോവാനായിട്ട് അവളെ സമ്മതിക്കില്ല. ഇവിടെ അലക്സി കണ്ണാടിയിലേക്ക് നോക്കി പ്രേതം കയറിയതുപോലെ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുഞ്ഞിനെ നോക്കാനായിട്ട് വന്ന ടീനയും. അയാള് മുഴുവനായും ആ സ്ത്രീയുടെ കൺട്രോളിലായി കഴിഞ്ഞു. എന്നാൽ ടീനയെ അയാൾക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതായത് തന്റെ വൈഫ് ജൂലിയെ അയാൾ ആ സ്ത്രീയുടെ രൂപത്തിലാണ് കാണുന്നത്. ജൂലി അയാളെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സ്വന്തം മകനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അവൻ എന്തെങ്കിലും സ്വപ്നം കണ്ട് കൺഫ്യൂസ് ആയതായിരിക്കാം. ഇപ്പോഴും അവർക്ക് കുഞ്ഞിന്റെ കാര്യം ഓർമ്മയില്ല. ഇവിടെ ഡാഷ് ടീച്ചർ പിയാനോ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ഈഗോറിനെ കാണാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അവന്റെ സഹോദരിക്ക് എന്താ പറ്റിയെന്നറിയില്ലല്ലോ. അതേപോലെ തന്നെ ഡാഷയുടെ ടീച്ചർ മറ്റാരുമല്ല, ഈഗോറിന്റെ വീട്ടിലേക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് വന്ന നാനിയാണ്. ടീനയാണ് വേഷം മാറി ടീച്ചറായിട്ട് വന്നിരിക്കുന്നത്. ആ സ്ത്രീ അലക്സിയെ കൺട്രോൾ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഡാഷയെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈഗോർ എങ്ങനെയൊക്കെയോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു. അപ്പോഴാണ് ഡാഷ അതുവഴി സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്നത് കാണുന്നത്. അവൻ എത്ര തന്നെ വിളിച്ചിട്ടും ഡാഷ വിളി കേൾക്കുന്നില്ല. ഓടിച്ചെന്ന് അവൻ ഡാഷയുടെ കൈ പിടിച്ചു. അപ്പൊ തന്നെ ഡാഷയുടെ കണ്ണുകളൊക്കെ വെള്ള നിറത്തിലായി. ആകെ കൺട്രോൾ നഷ്ടപ്പെട്ട അവള് ഈഗോറിനെ പിടിച്ച് തള്ളിയിട്ടു. പിന്നെ താഴെ കിടന്ന് അലറി വിളിക്കാൻ തുടങ്ങി. ഈഗോർ ഒരുപാട് തവണ അവളെ തട്ടി വിളിച്ചതിന് ശേഷമാണ് ഡാഷ ഒന്ന് നോർമൽ ആവുന്നത്. അത്രയും നേരം അവൾ ആ നാവ്സിന്റെ കൺട്രോളിലായിരുന്നു. അവൻ നടന്ന കാര്യങ്ങളൊക്കെ ഡാഷയോട് പറഞ്ഞു. സഹോദരിയെ കാണാതായതും അവന്റെ പേരൻസ് ഭാര്യയെക്കുറിച്ച് മറന്നുപോയതും അങ്ങനെയെല്ലാം. എന്നാ ഈഗോറിന്റെ പേരൻസ് മാത്രമല്ല, അവന്റെ സഹോദരിയെ കുറിച്ച് മറന്നുപോയത്. ഇപ്പോ ഡാഷയ്ക്കും ഭാര്യയെ കുറിച്ച് ഓർമ്മയില്ല. ഇനി എന്ത് ചെയ്യും? താനിത് ആരോട് പറയുന്നറിയാതെ അവനകെ തകർന്നിരിക്കുന്ന നേരത്താണ് ആ ബുള്ളി ഗ്യാങ് അവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നത്തെയും പോലെ വഴക്കിടാനോ അടിയുണ്ടാക്കാനൊന്നുമല്ല. അവരുടെ കൂട്ടത്തിലെ ഒരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല. അങ്ങനെ ആ ബുള്ളി ഗ്യാങ് ഈഗോറിനോടൊപ്പം തന്റെ സുഹൃത്തിനെ കണ്ടെത്താനും അവന്റെ സഹോദരിക്ക് എന്ത് പറ്റിയെന്നും കണ്ടെത്താനായിട്ട് കാടിനകത്തേക്ക് പോയി. അവരിപ്പോ വന്നു നിൽക്കുന്നത് മറ്റെവിടെയല്ല, ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഇവാന്റെ വീടിന്റെ മുന്നിലാണ്. ഇവാൻ ഒരു ഫോട്ടോഗ്രാഫർ ഒന്നുമല്ല, പുരാവസ്തു ഗവേഷകനാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് കുറെ വെപ്പൺസ് ഒക്കെ ഈ കാടിനകത്ത് നിന്ന് കണ്ടെത്താനായിട്ടാണ് ഇവാൻ ഈ കാട്ടില് താമസമാക്കിയത്. ഒപ്പം തന്നെ ഇവാന്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഇവാന്റെ മകളെ ഈ കാടിനകത്ത് വെച്ച് കാണാതായി. വൈഫിനെ അയാള് തന്നെ കൊന്നുവെന്നാണ് ആളുകൾ പറഞ്ഞു പരത്തുന്ന കഥ. അയാളൊരു സൈക്കോ ആണെന്നാണ് ആളുകൾ പറയുന്നത്. ഈ ഒരു സമയത്തും ആ ബുള്ളി ഗ്യാങ്ങിന്റെ പെരുമാറ്റത്തിലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കത്തി കാണിച്ച് നായകനോട് വീടിനകത്തേക്ക് കയറി നോക്ക്, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവസാനം ഈഗോർ താൻ അകത്തേക്ക് പോവാന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വീടിന് വെളിയിൽ നിർത്തി ഈഗോർ മാത്രം ഇവാന്റെ വീടിനകത്തേക്ക് പോകുന്നുണ്ട്. ഇവാന്റെ വീടിനകത്തേക്ക് കയറിയതും അവനകെ ഷോക്കായി. ആ വീട് നിറയെ ഒത്തിരി പുരാവസ്തുക്കളും അതുപോലെ ഒരുപാട് കുട്ടികളുടെ ഫോട്ടോസും ഉണ്ടായിരുന്നു. ഈഗോർ, ഡാഷ, ആന്റോൺ, അവന്റെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാ കുട്ടികളുടെയും ഫോട്ടോസ് ഇവാൻ ആ വീടിനകത്ത് ഒട്ടിച്ചു വെച്ചിരുന്നു. ഈ ഫോട്ടോസ് ഒക്കെ കണ്ട് അവനാകെ കിളി പാറി നിൽക്കുന്ന സമയത്താണ് ആ മുറിയിലുണ്ടായിരുന്ന ബെഡിനടിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത്. അപ്പതേ ഒരു കുഞ്ഞിന്റെ കൈ വന്ന് അവനെ പിടിച്ചു വലിച്ചു. എന്നാ പിന്നീട് അവന് ആ ബെഡിനടിയില് ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഇനി തനിക്ക് തോന്നിയതാണോ? അങ്ങനെ നായകന്റെ ഈ ബഹളമൊക്കെ കേട്ട് ഡാഷിയും ആന്റോണും ആ വീടിനകത്തേക്ക് ഓടിക്കേറി. ഈഗോറിനെ പോലെ തന്നെ ആ ഫോട്ടോസൊക്കെ കണ്ട് അവര് രണ്ടുപേരും ആകെ ഷോക്കാവുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ വീടിന്റെ വെളിയിലെ കാവല് നിന്നിരുന്ന മറ്റൊരു പയ്യൻ ദൂരെ ഇവാനെ കണ്ടതും പേടിച്ച് വേഗം തന്നെ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അങ്ങനെ ഇവാൻ ആ വീടിനകത്തേക്ക് കയറി വന്നതും മറ്റു 3 പേരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മറഞ്ഞിരുന്നു. ഇവാന് മനസ്സിലായി വീടിനകത്ത് ആരും ഉണ്ടെന്ന്. എന്നാൽ ഇവരാണെങ്കില് ആകെ പേടിച്ചിരിക്കുകയാണ്. കാരണം ഇവാൻ ഒരു സൈക്കോ കൊലയാളിയാണെന്നാണ് ഇവര് ചിന്തിക്കുന്നത്. ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഡാഷ തന്റെ കയ്യിലെ ടേസർ ഗൺ എടുത്ത് അയാളെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. പിന്നീട് അവര് ഇവാന്റെ കൈകളും കാലുകളും കയറുകൊണ്ട് കെട്ടിയിട്ടു. സത്യം പറ, നീ എന്തിനാ ഞങ്ങളുടെ ഫോട്ടോസ് എടുത്തത്? സത്യത്തില് നിങ്ങൾ ആരാ? എന്തിനീ കാടിനകത്ത് തനിച്ച് താമസിക്കുന്നേ? ആ വീട് മുഴുവനും കുട്ടികളുടെ ഫോട്ടോസ് ആയിരുന്നു, ഒരു ഫോട്ടോ ഒഴികെ. അതായത് ഈഗോറിന്റെ സഹോദരിയെ നോക്കാനായിട്ട് വന്നില്ലേ ടീന, ആ സ്ത്രീയുടെ ഒരു ഫോട്ടോ ആ വീട്ടിലുണ്ടായിരുന്നു. ടീനയുടെ ഫോട്ടോ കണ്ട് ഈഗോറും അതുപോലെ തന്നെ ഡാഷിയും ഒത്തിരി ഷോക്കായി. ഇത് തന്റെ പിയാനോ ടീച്ചർ അല്ലേ? പിന്നെന്തിനാ ആ സ്ത്രീ വേഷം മാറി നാനിയായിട്ട് നിന്റെ വീട്ടിലേക്ക് ജോലിക്ക് വന്നത്? ഈ സമയത്താണ് ഇവാൻ ആ ഞെട്ടിക്കുന്ന ഒരു സത്യം അവരോട് തുറന്നു പറയുന്നത്. അത് തന്റെ മരിച്ചുപോയ വൈഫിന്റെ ഫോട്ടോയാണ്. ഈ ഒരു കാര്യം കേട്ടതും അവരെല്ലാവരും
ഇത് സത്യമാണോന്ന് ചിന്തിച്ച് ആകെ കിളി പാറി നിൽക്കുക. ഇവാൻ തന്റെ ഗവേഷണത്തിനായിട്ടാണ് ഈ കാട്ടിലേക്ക് ഫാമിലി ആയിട്ട് താമസത്തിന് വന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ഇവാന്റെ മകളെ കാണാതായി. എന്നാ മകളെ കാണാനില്ല എന്ന കാര്യം ഇവാനും ഇവാന്റെ വൈഫും മറന്നുപോയി. ഈ ഒരു റാന്തലി വിളക്ക് ഇവാന്റെ മകൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഇവാൻ എന്നാണോ വിളക്ക് കത്തിച്ചത് അതിനുശേഷം അവന് തന്റെ മകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. അതിനുശേഷമാണ് ഇവാൻ ഇതിന് പിന്നിലെ അമാനുഷികം അത് എന്താണെന്ന് കണ്ടെത്താൻ തീരുമാനിച്ചത്, തന്റെ മകളെ കണ്ടെത്താൻ. എന്നാൽ കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് ഇവാന്റെ വൈഫ് മരണപ്പെട്ടു. ഇപ്പോഴും തന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഇവാൻ വിശ്വസിക്കുന്നത്. അവനത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാട്ടിൽ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവാന്റെ വൈഫ് ടീന മരിച്ചെന്ന് പറഞ്ഞത് കേട്ട് അവർക്ക് 3 പേർക്കും അത് ഉൾക്കൊള്ളാനേ വയ്യ. സത്യത്തിൽ ആ സ്ത്രീ മരിച്ചിട്ടില്ലേ? രാശ ഉടനെ തന്നെ ഇതുപോലുള്ള അമാനുഷികതയെ പറ്റി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു നോക്കി. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ഇതിനെല്ലാം കാരണം ബാബയാഗ എന്ന മന്ത്രവാദിനിയാണ്. ഇവാൻ തന്റെ കയ്യിലുള്ള മാപ്പിലെ പ്രത്യേകമായി ഒരു സ്പോട്ട് മാത്രം മാർക്ക് ചെയ്തു വെച്ചിരുന്നു. ഇവര് മുന്നേ പാഴടഞ്ഞു പോയൊരു പവർ പ്ലാന്റിലേക്ക് പോയില്ലേ, ആ ഒരു സ്ഥലം. അപ്പോ ഇവാൻ പറയും ആ ഒരു സ്പോട്ടിലെ ഒന്നും തന്നെയില്ല. ഈ കാടിനകത്ത് ഞാൻ എന്റെ മകളെ തിരയാത്ത ഒരു സ്ഥലം പോലും ഇല്ല. പക്ഷേ ഈ ടൗണിനകത്ത് കുഞ്ഞുങ്ങളെ കാണാതാവുന്നതിലും ആ ഒരു പവർ പ്ലാന്റിനും എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് എപ്പോഴാണോ കുഞ്ഞുങ്ങളെ കാണാതാവുന്നത് അപ്പോഴൊക്കെ ഈ ടൗണിലെ എല്ലാ വീടുകളിലെയും ലൈറ്റ്സുകളൊക്കെ കുറെ സമയം മിന്നിക്കൊണ്ടിരിക്കും. ഈ കാര്യങ്ങളൊക്കെ കേട്ട് മറ്റു 3 പേരും ഇവാനെ ആ വീട്ടിൽ തന്നെ കെട്ടിയിട്ട് ഇയാൾ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോന്ന് അറിയാനായിട്ട് ആ പവർ പ്ലാന്റിന്റെ അടുത്തേക്ക് കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. അതേസമയം തന്നെ ഇവാൻ തന്റെ കയ്യിലെ കെട്ടഴിച്ച് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ വീട്ടിലെ ലൈറ്റൊക്കെ ആകെ മിന്നാൻ തുടങ്ങി. ആ വീടിന്റെ ജനാലകളും ഡോറൊക്കെ തനിയെ തുറന്നു വന്നു. ആകെ പേടിച്ചു പോയ ഇവാൻ തന്റെ കയ്യിലെ കെട്ടഴിച്ചു മാറ്റി വീട്ടിലെ പവർ ഓഫാക്കാനായിട്ട് ഓടിച്ചെന്നു. എന്നാൽ എന്തോ ഒന്ന് ഇവാന്റെ കൈയൊക്കെ ഒടിച്ച് തിരിക്കുന്നുണ്ട്. അതവന്റെ വൈഫ് ടീനിയാണ്. പാതി മനുഷ്യനും പാതി പക്ഷിയുടെ രൂപത്തിലുള്ള ഒരു വിചിത്ര രൂപം. ആ സ്ത്രീ അവനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നുണ്ട്. നീ എല്ലാം മറന്നേക്ക്, നിന്റെ എല്ലാ ഓർമ്മകളും മാഞ്ഞു പോകട്ടെ. അങ്ങനെ തന്നെ ഇവാന്റെ ബോധം നഷ്ടമായി. ഇവിടെ അതേസമയം തന്നെ കാട്ടിലൂടെ നടന്ന് അവരാ കാടിന് നടുവിലുള്ള അമാനുഷികമായ ആ ഒരു പവർ പ്ലാന്റിലെത്തി. കഴിഞ്ഞ ദിവസം അവരൊരു തീച്ചൂള കണ്ടിരുന്നില്ലേ? ഈഗോർ ഒട്ടും തന്നെ പേടിയില്ലാതെ അതിനകത്തേക്ക് കയറിപ്പോയി. എന്നാൽ മറ്റു 2 പേർക്കും അതിനകത്തേക്ക് കയറാനായിട്ട് പേടിയാണ്. പെട്ടെന്ന് എന്തോ ഒരു ശക്തി ഈഗോറിനെ അതിനകത്തേക്ക് പിടിച്ചു വലിച്ചോണ്ടുപോയി. ഇത് കണ്ട് ഡാഷ ചുമ്മാ നിന്നില്ല. ഉടനെ തന്നെ ഈഗോറിനെ തെരഞ്ഞ് ആ ഫേർണസിനകത്തേക്ക് കയറി. പിന്നാലെ തന്നെ ആന്റോണും. ഒരല്പസമയം കഴിഞ്ഞ് അവര് 3 പേരും കണ്ണു തുറക്കുന്നത് ആ ഒരു ഫേർണസിന് വെളിയിലാണ്. മുഖത്ത് നിറയെ കരി. അവർക്ക് അതിനകത്തേക്ക് പോയപ്പോഴുള്ള ഒരു കാര്യങ്ങൾ ഓർമ്മയില്ല. എല്ലാവരും ബ്ലാക്ക് ഔട്ടായി. പിന്നെ 1-2 പറഞ്ഞ് ഈഗോറും ആന്റോണും തമ്മിൽ വഴക്കായി. നിനക്ക് അങ്ങനെ ഒരു അനീതി ഉണ്ടെന്ന് നീ കള്ളം പറഞ്ഞതല്ലേ, അതോ നീ തന്നെ അവളെ കാടിനകത്ത് കൊണ്ട് കളഞ്ഞതാണോ എന്നൊക്കെ പറഞ്ഞ് ആകെ അടിപിടി ബഹളമായി. ഡാഷയ്ക്കാണെങ്കിൽ അവരുടെ ഈ വഴക്ക് കണ്ട് ദേഷ്യം വന്ന് അവള് വേഗം തന്നെ തന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. എന്നാ അടിപിടി ബഹളത്തില് ഈഗോറിന്റെ കയ്യിലെ ഫാമിലി ഫോട്ടോ അത് താഴേക്ക് വീണിരുന്നു. ആ ഒരു ഫോട്ടോ കണ്ട് അവനാകെ അമ്പരന്നു പോയി. കാരണം ആ ഫോട്ടോയിൽ ഇപ്പോ അച്ഛൻ, അമ്മ, ഭാര്യ, ഈഗോർ മൊത്തം 4 പേരും ഉണ്ട്. മുൻപ് ആ ഫോട്ടോയിലെ സഹോദരി ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം ഭാര്യ തിരിച്ചെത്തിയെന്നല്ലേ. അവൻ ധൃതി പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അവര് വന്ന വഴികള് അത് മുൻപ് കണ്ടതുപോലെ അവന് തോന്നിയില്ല. എവിടെ നോക്കിയാലും കുഞ്ഞുങ്ങളുടെ പാവകളാണ്. ഈഗോർ ഒരു കണക്കിന് വീട്ടിലേക്ക് തിരിച്ചെത്തി. ഡാഷ അവളുടെ വീട്ടിലേക്ക് മടങ്ങി. ആന്റോൺ ആണെങ്കില് അവൻ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്കും പോയി. അല്ലാതെ അവന് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈഗോർ വീട്ടിലെത്തി അവന്റെ പേരൻസിനെ തെരഞ്ഞു നോക്കി. വീടിനകത്ത് ആരെയും കാണാനില്ല. ഭാര്യയുടെ മുറിയിലേക്കും ചെന്ന് നോക്കി. അവിടെ കുഞ്ഞിനെയും കാണാനില്ല. മറുവശത്ത് ഡാഷ തന്റെ മുറിയിലെത്തി അമ്മയെ ഒത്തിരി തവണ ഫോൺ ചെയ്ത് നോക്കിയെങ്കിലും ആരും ഫോൺ എടുക്കുന്നില്ല. ഈ സമയത്ത് ഡാഷയ്ക്ക് തനിക്ക് ചുറ്റും വിചിത്രമായ എന്തൊക്കെയോ നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോ നമ്മളെ കാണിക്കുന്നുണ്ട് ഡാഷയുടെ ഫേവററ്റ് ആയ ഈവ എന്ന റോബോട്ട്. ആ പോസ്റ്ററിലെ റോബോട്ട് അത് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ട് അത് അവൾക്ക് വിശ്വസിക്കാനേ വയ്യ. പിന്നെ കേൾക്കുന്നത് ഡാഷയുടെ അലറി വിളിച്ചുള്ള കരച്ചിലാണ്. ഈ കരച്ചിലും ബഹളൊക്കെ കേട്ട് ഈഗോർ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഓടിയെത്തി. നോക്കുമ്പോ ഡാഷ ആ ഒരു പോസ്റ്ററിൽ പെട്ടുപോയി. അവളൊരു സ്റ്റില്ലായിട്ട് നിൽക്കാണ്. ഈ ഒരു സമയത്താണ് ഡാഷയുടെ പിയാനയുടെ പുറത്തു വെച്ചിരുന്ന ഫോൺ അത് റിങ് ചെയ്യുന്നത്. ഇവൻ പേടിച്ചേരണ്ട് പതിയെ ചെന്ന് ആ ഫോൺ എടുത്തു നോക്കി. അപ്പതേ റോബോട്ടിന്റെ രൂപത്തില് നാവ്സ് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്ത് തോന്നിയെന്നറിയില്ല. ഈഗോർ ആ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു. അപ്പൊ തന്നെ ആ ഒരു ക്രീച്ചറും ആ
ഫോണും അവിടെ നിന്ന് മറഞ്ഞുപോയി. ഡാഷ ആ പോസ്റ്ററിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു. ഇപ്പോഴാണ് ഈഗോർ ആ ഞെട്ടിക്കുന്നൊരു സത്യം തിരിച്ചറിയുന്നത്. അവരിപ്പോ ഉള്ളത് റിയൽ വേൾഡിലല്ല, ബാബയാഗ എന്ന മന്ത്രവാദിനിയുടെ ആ ഒരു മാന്ത്രിക ലോകത്താണ്. ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് റിയൽ വേൾഡിലെ നാവ്സിന്റെ കൺട്രോളിലായ അലക്സി തന്റെ മകനെ കൊല്ലാനായിട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ വീടിന്റെ ചുമരിലൊക്കെ ഡ്രില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഈഗോർ ആണെങ്കിൽ ഡാഷയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. ഇത് റിയൽ വേൾഡ് അല്ല, ഇത് നമ്മുടെ വീടല്ല. ഇപ്പോ തന്റെ സഹോദരിയെ എങ്ങനെ കണ്ടെത്തണം അത് ഈഗോറിനറിയാം. അവൻ നേരെ ഡാഷയെ കൂട്ടി ഈ മാന്ത്രിക ലോകത്ത് കാടിനകത്തെ ഇവാന്റെ വീട്ടിലേക്ക് പോയി. കാരണം അവൻ റിയൽ വേൾഡിലെ ഇവാന്റെ വീട്ടിലെ ബെഡിനടിയിലെ ഒരു കുഞ്ഞിന്റെ കൈ അവൻ കണ്ടിരുന്നു. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൻ ആ വീട്ടിൽ നിന്ന് സഹോദരിയുടെ ഒരു സോക്സ് കിട്ടി. ഇത് ജൂലിയ തന്റെ മകൾക്ക് വേണ്ടി തുന്നിയതാണ്. അപ്പോ തനിക്കിതൊന്നും തോന്നിയതല്ല എന്ന് പറഞ്ഞ് ഈഗോർ ആ ബെഡിനടിയിലേക്ക് കുനിഞ്ഞു നോക്കി. ഇപ്പോ ആ ബെഡിനടിയിലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ അവന്റെ കുഞ്ഞനീത്തിയും. ഇതവനെ കൊണ്ട് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു പെൺകുട്ടി മറ്റാരുമല്ല, ഇവാൻ വർഷങ്ങളായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ മകളാണ് ടാനിയ. ആ പെൺകുട്ടി മരിച്ചിട്ടില്ല. ടാനിയ ആ മന്ത്രവാദിനിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ വീടിനകത്താണ് മറഞ്ഞിരിക്കുന്നത്. അതുപോലെ ടാനിയ തന്നെയാണ് ഈഗോറിന്റെ സഹോദരിയെ ആ മന്ത്രവാദിനിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. ഇപ്പോ നടന്ന കാര്യങ്ങളൊക്കെ ടാനിയ അവരോട് പറയുന്നുണ്ട്. തന്നെ പോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ നൗസി മാന്ത്രിക ലോകത്തേക്ക് കടത്തിക്കൊണ്ടുവരും. ആ കുഞ്ഞുങ്ങളുടെ പേരൻസ് കുഞ്ഞുങ്ങളെ മറന്നില്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ ഇപ്പോഴും ആ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആ മന്ത്രവാദിനിക്ക് തങ്ങളെ കൊല്ലാൻ കഴിയില്ല. ആ കുഞ്ഞുങ്ങളുടെ പേരൻസ് കംപ്ലീറ്റ് ആയിട്ട് അവരെ കുറിച്ച് മറന്നുപോയാൽ ബാബയാഗ കുഞ്ഞുങ്ങളെയൊക്കെ ഭക്ഷിക്കും. അപ്പോ ഇത്ര നാളായിട്ടും ടാനിയ മരിക്കാതിരുന്നതിന്റെ കാരണം ഇവാൻ ഇത്ര വർഷങ്ങളായിട്ട് തന്റെ മകളെ മറന്നിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ടാനിയ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. പക്ഷേ അവൾക്ക് എങ്ങനെ പുറത്തേക്ക് രക്ഷപ്പെടണം അതറിയില്ല. പെട്ടെന്നാണ് ഡോറും തള്ളി തുറന്നുകൊണ്ട് എന്തോന്ന് ആ വീടിനകത്തേക്ക് കയറി വരുന്നത്. അത് നാവ്സ് ആണ്. അവരാകെ പേടിച്ചു പോയി വേഗം തന്നെ ആ ബെഡിനടിയിൽ തന്നെ മറഞ്ഞിരുന്നു. ഇവരെത്ര തന്നെ ശബ്ദം ഉണ്ടാക്കാതിരുന്നാലും കുഞ്ഞ് കരഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. പിന്നെ പറയണ്ടല്ലോ, ആ ക്രീച്ചർ എന്തായാലും അവരെ പിടികൂടും. ഇത് തിരിച്ചറിഞ്ഞ ടാനിയ എന്താ ചെയ്യാന്നറിയോ? അവരെ രക്ഷിക്കാനായിട്ട് ആ ബെഡിനടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു പാത്രത്തിൽ അങ്ങനെ തട്ടി ശബ്ദം ഉണ്ടാക്കി ആ ക്രീച്ചറിന്റെ ശ്രദ്ധ തിരിക്കാൻ. അടുത്ത സെക്കൻഡിൽ തന്നെ നാവ്സ് ആ ഒരു പെൺകുട്ടിയെ കാറ്റുപോലെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയി. എന്നാ അതേസമയം നമ്മളെ കാണിക്കുന്നത് ആന്റോണിനെയാണ്. നാവ്സ് അവനെയും പിടികൂടി ആ പവർ പ്ലാന്റിനകത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. ആന്റോണിനെ കൊണ്ട് ഒന്ന് അനങ്ങാൻ പോലും വയ്യ. കാരണം അവന് ചുറ്റും ഇലക്ട്രിക് വയറുകളാണ്. അവിടെ ആന്റോൺ മാത്രമല്ല 2-3 കുട്ടികളും കൂടിയുണ്ട്. ഒപ്പം തന്നെ കുറച്ചു മുന്നേ പിടിച്ചോണ്ട് പോയ ടാനിയുണ്ട്. അവൾക്കിത് ശീലമായതുകൊണ്ട് തന്നെ ടാനിയുടെ മുഖത്ത് ഒട്ടും തന്നെ ഭയമില്ല. നീ ഇങ്ങനെ ഒച്ച വെച്ച് കരഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രവാദി എന്തായാലും നിന്നെ തിന്നും. അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ ആന്റോൺ ഈ കാടിനകത്ത് തെരഞ്ഞു വന്ന അവന്റെ കൂട്ടുകാരനല്ലേ, ആ പയ്യനെ ആ ഒരു മന്ത്രവാദി കടിച്ചു മുറിച്ച് തിന്നുന്ന ശബ്ദങ്ങളാണ് ആന്റോൺ കേൾക്കുന്നത്. മറുവശത്ത് ഈഗോറും ഡാഷിയും കുഞ്ഞിനെയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവരാ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ഈഗോറിന് മാത്രം അവന്റെ അമ്മ അവനെ വിളിക്കുന്നത് പോലെ തോന്നി. ഇതാ മന്ത്രവാദിനിയുടെ ട്രിക്കാണെന്ന് തിരിച്ചറിയാതെ ആകെ കൺട്രോൾ നഷ്ടപ്പെട്ട ഈഗോർ തന്റെ അമ്മയുടെ ശബ്ദം കേട്ട ദിശയിലേക്ക് ഓടാൻ തുടങ്ങി. തന്റെ കൂടെ വന്ന ഡാഷിയെ തന്നെ അവൻ മറന്നുപോയി. അവൻ ആ വെപ്രാളത്തിൽ ഓടുന്ന സമയത്ത് ഈഗോർ ആ കാട്ടില് താഴേക്ക് മറിഞ്ഞു വീണു. അവിടെ അവന്റെ അമ്മയെ കാണാനില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെയും ഇപ്പൊ കാണാനില്ല. അത് വെറും പാവ മാത്രമായിരുന്നു. അവന് ചുറ്റും കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കാം. എവിടെ നോക്കിയാലും നിറയെ പാവകളാണ്. കുഞ്ഞിനെയും കാണാനില്ല. അപ്പോഴേക്കും ഡാഷ അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. ഈഗോറിന്റെ കയ്യിലിപ്പോ സഹോദരിയുണ്ട്. അവന്റെ ചുറ്റുണ്ടായിരുന്ന പാവകളെയും കാണാനില്ല. മറുവശത്ത് ടാനിയ ആന്റോണിനെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് രക്ഷപ്പെടുന്ന നേരത്താണ് ആ പവർ പ്ലാന്റിലേക്ക് ഈഗോറും ഡാഷയും കുഞ്ഞിനെയും കൊണ്ടുവരുന്നത്. ഇപ്പോ അവർക്ക് എങ്ങനെയെങ്കിലും റിയൽ വേൾഡിലേക്ക് രക്ഷപ്പെടണം. അവരിപ്പോ ഉള്ളത് ഭൂമിയിലും അല്ല, മരിച്ചവരുടെ ലോകത്തും അല്ല, മറിച്ച് ബാബയാഗ എന്ന മന്ത്രവാദി ക്രിയേറ്റ് ചെയ്ത മറ്റൊരു പാരലൽ യൂണിവേഴ്സിലാണ്. ഇതിനകത്ത് പെട്ടുപോയവർക്ക് പിന്നീട് ഒരിക്കലും പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. അതിനുള്ള ഡോറ് തുറക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. നമുക്ക് വേഗം എന്റെ വീട്ടിലേക്ക് പോവാന്ന് ടാനി അവരോട് പറയുന്നുണ്ട്. അപ്പോ ഈഗോർ പറയും, ഇനി എത്ര നാള് നമ്മള് നിന്റെ വീടിനകത്ത് ഒളിച്ചിരിക്കും? നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് രക്ഷപ്പെട്ടേ മതിയാവൂ. മറ്റൊരു വശത്ത് നമ്മുടെ ഇവാൻ മയക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഇവാന് തന്റെ മകളെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ ഓർമ്മയില്ല. ഇവിടെ അതേസമയം തന്നെ ഈഗോർ പുറത്തേക്ക്
പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് ആ ഫേർണസിനകത്തേക്ക് കയറി. പക്ഷേ പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. ആകെ ഇലക്ട്രിക് വയർ കൊണ്ട് ആ ഡോർ ആകെ ലോക്കാണ്. എന്നാൽ ഈഗോർ ആണെങ്കിൽ ഇത് തന്നെയാണ് പുറത്തേക്കുള്ള വഴിയെന്ന് പറഞ്ഞ് ഒരേ വാശിയിലാണ്. അവൻ ഒരു കണക്കിന് ആ വയറുകളൊക്കെ മാറ്റി നോക്കിയതും ആ വയറുകളും ചരടുകളും തനിയെ നീങ്ങി അവർക്ക് വഴി കാണിക്കാൻ തുടങ്ങി. ഈ ഒരു കാഴ്ച കണ്ട ടാനിയ ആകെ അമ്പരന്ന് പോയി. കാരണം ഇത്ര വർഷങ്ങളായി ആ പെൺകുട്ടി പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. അപ്പോ ആ പ്യൂർ സോൾ അത് നീയാണോ ഈഗോർ? നിനക്ക് വേണ്ടിയാണ് അവൾ ഇത്ര നാളും കാത്തിരുന്നത്. നമ്മള് ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ കണ്ടിരുന്നില്ലേ, ബാബയാഗ എന്ന മന്ത്രവാദിനി ഭൂമിയിലേക്കുള്ള ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു പ്യൂർ സോൾ ഉള്ള കുഞ്ഞിനെ വേണം. അതും മരണത്തിൽ നിന്ന് രണ്ടാമതും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൊരു കുഞ്ഞ്. ഈഗോറിന്റെ അമ്മ ആക്സിഡന്റിൽ മരണപ്പെട്ടപ്പോൾ അന്ന് ആ ആക്സിഡന്റില് ഈഗോർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇപ്പോ അവനെ കൊണ്ട് മാത്രമേ ആ മന്ത്രവാദിനിക്ക് ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്യാൻ കഴിയുള്ളൂ. ടാനിയ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവള് പതിയെ മറഞ്ഞു പോവാൻ തുടങ്ങി. കാരണം ഇവാൻ തന്റെ മകളെ മറന്നിരുന്നു. അയാള് തന്റെ മകളുടെ പ്രിയപ്പെട്ട റാന്തല് വിളക്ക് ഊതിക്കെടുത്തി. ഈ ഒരു കാര്യം ഈഗോറിനെ താങ്ങാനേ കഴിഞ്ഞില്ല. വർഷങ്ങളായി ആ പെൺകുട്ടി ഇതിനകത്ത് പെട്ടിരിക്കുകയായിരുന്നു. ടാനിയ തന്റെ സഹോദരിയെ സംരക്ഷിച്ചു. അവസാനം അവനീ ഡോറ് തുറക്കാൻ കഴിഞ്ഞിട്ടും അവൾക്ക് തന്റെ അച്ഛനെ കാണാനോ റിയൽ വേൾഡിലേക്ക് തിരിച്ചു വരാനോ കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം മറ്റു 3 പേരും കുഞ്ഞിനെയും കൊണ്ട് ആ പവർ പ്ലാന്റിൽ നിന്ന് റിയൽ വേൾഡിലേക്ക് രക്ഷപ്പെട്ടു. ഈഗോർ തന്റെ സഹോദരിയെ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി. അവൻ തന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ തന്റെ ഒരു സാധനങ്ങളും കാണാനില്ല. കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു ഓർമ്മകളും ആ വീട്ടിലുണ്ടായിരുന്നില്ല. തന്റെ കയ്യിലെ ഫാമിലി ഫോട്ടോ എടുത്തു നോക്കി. ആ ഫോട്ടോ കണ്ട് അവന് വിശ്വസിക്കാനേ വയ്യ. കാരണം ആ ഫോട്ടോയിലെ അവന്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഈഗോറും വാരിയും ആ ഫോട്ടോയിൽ നിന്ന് മാഞ്ഞുപോയി. അവരാ മാന്ത്രിക ലോകത്തു നിന്നും പുറത്തേക്ക് രക്ഷപ്പെട്ടു. പിന്നെ എങ്ങനെ? അവന്റെ തലയൊക്കെ ആകെ പെരുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഡാഷ വീട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോ അവളുടെ അമ്മ കംപ്ലീറ്റ് ആയിട്ട് ഡാഷയെ മറന്നുപോയി. നീ ഏതാ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞ് ആ സ്ത്രീ ഡാഷയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതേസമയം തന്നെ ആന്റോൺ വീട്ടിലേക്ക് തിരിച്ചു പോവാതെ ആ കാടിനകത്ത് തന്നെ കറങ്ങി നടക്കുന്നത് കണ്ട് ഇവാൻ ആ പയ്യനെ പിടികൂടി. ആന്റോൺ അയാളുടെ മകളെ കണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇവാൻ തന്റെ മകളെ മുഴുവനായി മറന്നു കഴിഞ്ഞിരുന്നു. നിന്നെ ഇനി ഈ കാട്ടിൽ എവിടെയെങ്കിലും കണ്ട നിന്നെ ഞാൻ ശരിയാക്കുന്ന് പറഞ്ഞ് ഇവാൻ ആന്റോണിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. മറുവശത്ത് ഈഗോർ ആണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നറിയാതെ ആകെ തല പുകഞ്ഞ് തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കുമ്പോ അതവന്റെ സഹോദരിയല്ല, വെറും ഒരു പാവ മാത്രമാണ്. ഈ സമയത്താണ് അവന്റെ പിറകിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നത്. നിങ്ങൾ ആരാണ്? എങ്ങനെയാണ് ഈ വീടിനകത്തേക്ക് കയറിയത്? അത് ജൂലിയായിരുന്നു. ആ സ്ത്രീ ഈഗോറിനെയും തന്റെ മകളെയും മറന്നുപോയി. എന്നാലും ആ സ്ത്രീക്ക് തന്റെ പ്രിയപ്പെട്ടതെന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയതുപോലെ ഇപ്പോഴും കുഞ്ഞിന് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ജൂലി, നിങ്ങളെല്ലാം മറന്നോ? നിന്റെ മകളെ നിനക്ക് ഓർമ്മയില്ലേ? ഭാര്യ, അവളെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്ക്. ഇത് നിങ്ങൾ തുന്നിയതാന്ന് പറഞ്ഞ് അവൻ ഭാര്യയുടെ ഒരു സോക്സ് എടുത്ത് ജൂലിയുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തു. ആ സോക്സില് ആ സ്ത്രീ കൈ കൊണ്ട് തൊട്ടതും ജൂലിക്ക് തന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. തന്റെ മകളുടെ പേര് വിളിച്ചുകൊണ്ട് ആ സ്ത്രീ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നാ അപ്പോഴേക്കും ആകെ കൺട്രോൾ നഷ്ടപ്പെട്ട അലക്സി തന്റെ മകനെ കൊല്ലാനായിട്ട് ഒരു ഡ്രില്ലർ എടുത്ത് അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഈഗോർ വേഗം തന്നെ അവന്റെ മുറിയിലേക്ക് ഓടി ഒരു കബോർഡിനകത്ത് കയറി ഒളിച്ചിരുന്നു. അലക്സി ആ ഡോറൊക്കെ പൊളിച്ച് മുറിക്കകത്തേക്ക് കയറി സ്വന്തം മകനെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന നേരത്താണ് അങ്ങോട്ട് ഓടി വന്ന ജൂലി അലക്സിയുടെ കയ്യിലേക്ക് ഒരു കമ്പി വെച്ചൊരൊറ്റ കുത്താണ്. ഈഗോർ എത്രയും പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റു 2 പേരെയും കണ്ടുമുട്ടി. കാരണം അവരെ ആരെയും പേരൻസിന് ഓർമ്മയില്ല. ഇതിന് കാരണം ആ മന്ത്രവാദിനിയാണ്. അവളെ ഇല്ലാതാക്കാതെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു മന്ത്രവാദിയെ കൊല്ലുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമാണോ? അവരെങ്ങനെ സഹായം ചോദിക്കാനായിട്ട് ഇവാന്റെ വീട്ടിലേക്ക് പോയി. അവര് ഇവാന്റെ വീട്ടിലെ ആ റാന്തല് വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾക്കൊരു മകളുണ്ട് ടാന്യ, അവളെക്കുറിച്ച് ഓർക്കാനായിട്ട് ഇവാനെ ഒത്തിരി നിർബന്ധിക്കുന്നുണ്ട്. ഇവാൻ ആ ഒരു വിളക്ക് കൈകൊണ്ട് തൊട്ടതും തന്റെ മകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൻ ഓർമ്മ വന്നു. ടാന്യ അവളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവളൊരിക്കലും തന്നെ വിട്ടു പോവില്ല എന്ന് പറഞ്ഞ് ഇവാൻ ആകെ ഇമോഷണലായി. വർഷങ്ങളായിട്ട് തന്റെ മകളെ കണ്ടെത്താൻ ഇവാൻ ആ ഒരു വഴി എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോ ഈ കുട്ടികള് തന്റെ മകളെ കണ്ടെത്തി. ഇന്ന് രാത്രി തന്നെ ആ മന്ത്രവാദിനിയുടെ കാര്യത്തില് താനൊരു തീരുമാനാക്കുമെന്ന് പറഞ്ഞ് ഇവാനും അവരോടൊപ്പം ആ പവർ പ്ലാന്റിലേക്ക് പോയി. ആ പവർ പ്ലാന്റ് മൊത്തത്തില് കത്തിക്കാനായിട്ടുള്ള പെട്രോള്, ഫ്ലയർ, അങ്ങനെ എന്തൊക്കെയോ കൊണ്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. അവർ ആ ഫേണസിനകത്തേക്ക് കയറുന്നതിന് മുന്നേ ആ പവർ പ്ലാന്റിന്റെ ഡോറ് അത് തനിയെ തുറന്നു വന്നു. ഇവാൻ ആ ഡോറിന്റെ അടുത്തേക്ക് നടന്നു. മറ്റു 3 പേരും
എത്രയും പെട്ടെന്ന് തന്നെ ആ ഫേണസിനകത്തേക്ക് ഓടിക്കേറി. അവർ ആ മാന്ത്രിക ലോകത്ത് ഈഗോറിന്റെ സഹോദരിയെ തെരഞ്ഞു ചെല്ലുമ്പോ അവിടെ കുഞ്ഞിനെയും എടുത്തോണ്ട് അവന്റെ മരിച്ചുപോയ അമ്മ നിൽക്കുന്നുണ്ടാവും. ഈഗോറിന്റെ അമ്മ എന്താ പറയുന്നെന്ന് വെച്ചാല്, മോനെ ഈ അമ്മയെ നിനക്ക് തിരിച്ചു വേണ്ടേ, എന്നാ ഈ കുഞ്ഞിനെ നീ അങ്ങ് കൊന്നേക്ക്, എന്നാലേ അമ്മയ്ക്ക് നിന്നോടൊപ്പം തിരിച്ചു വരാൻ കഴിയുള്ളൂ. ഈഗോറിനെ ഇപ്പോ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇത് സത്യമല്ല, നിങ്ങൾ എന്റെ അമ്മയല്ല, എന്റെ അമ്മ മരിച്ചെന്ന് പറഞ്ഞ് അവൻ ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് തയ്യാറായില്ല. ഇതാ മന്ത്രവാദിനിയുടെ ട്രിക്കാണെന്ന് ഈഗോറിന് മനസ്സിലായി. ഇവനെ തനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ബാബയാഗ ഭ്രാന്ത് പിടിച്ചതുപോലെ അലറി വിളിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് ആ മന്ത്രവാദിനിയുടെ യഥാർത്ഥ രൂപം നമ്മളെ കാണിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും കൈകാലുകൾ ചരട് കൊണ്ട് വലിഞ്ഞു മുറുകാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് റിയൽ വേൾഡിലെ ഇവാനെ അവന്റെ വൈഫ് നാവ്സ് അവനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീക്ക് തന്നെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ ഓർമ്മയില്ല. ടീന, നിനക്ക് എന്നെ ഓർമ്മയില്ലേ? നമ്മുടെ മോളെ നിനക്ക് ഓർമ്മയില്ലേ? നീ ഒന്ന് ഓർത്തു നോക്ക്, നീ തട്ടിക്കൊണ്ടുപോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അച്ഛനും അമ്മയുണ്ട്. ഈ ഒരു കാര്യം കേട്ടതും ടീനയ്ക്ക് തന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മ വരാൻ തുടങ്ങി. തന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടാനാണ് ടീന ആ മന്ത്രവാദിനിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചത്. ആ മന്ത്രവാദിനിയെ ഭൂമിയിലേക്ക് വരാനായിട്ട് സഹായിക്കുകയാണെങ്കിൽ ടീനയ്ക്ക് തന്റെ മകളെ തിരിച്ചു കിട്ടും. ഈ ഒരു കാര്യം പറഞ്ഞ് ബാബയാഗ ആ സ്ത്രീയെ പറ്റിക്കുകയായിരുന്നു. മറുവശത്ത് ആ മന്ത്രവാദിനി ഈഗോറിന്റെ കഴുത്ത് ഞെരിച്ച് അവനോട് കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞ് ഈഗോറിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാലും അവനതിന് തയ്യാറായില്ല. ആ സമയത്താണ് നായകൻ തന്റെ തൊട്ടടുത്ത് കിടന്നിരുന്ന ഫ്ലയർ കാണുന്നത്. അവൻ ആ ഫ്ലയർ എടുത്ത് കത്തിച്ച് അതാ മന്ത്രവാദിനിയുടെ കണ്ണിലേക്ക് ഒരൊറ്റ കുത്താണ്. അതങ്ങനെ തന്നെ നിന്ന് കത്താൻ തുടങ്ങി. ആ സമയത്ത് ഇവാന്റെ വൈഫ് ടീനയും റിയൽ വേൾഡിൽ നിന്ന് മറഞ്ഞുപോയി. ഒരു കണക്കിന് അവര് മൂന്നുപേരും കുഞ്ഞിനെയും കൊണ്ട് ആ പവർ പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു. ആ പവർ പ്ലാന്റും മൊത്തത്തിൽ അങ്ങനെ കത്തി നശിക്കുന്നുണ്ട്. അവരെല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. അവരുടെ പേരൻസിനെ അവരെ കുറിച്ചുള്ള ഓർമ്മകൾ തിരികെ വന്നു. കുഞ്ഞിനെ തിരികെ കിട്ടി. ഈഗോറിന്റെ ഫാമിലി ഇപ്പോ ഒത്തിരി ഹാപ്പിയായി. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ഇവാൻ ഈ കാട്ടിനുള്ളിൽ നിന്ന് തിരിച്ച് ടൗണിലേക്ക് താമസം മാറുകയാണ്. കൂടെ തന്നെ ആന്റോൺ ഉണ്ട്. അവനെ സ്നേഹിക്കാനോ ഓർക്കാനായിട്ട് ആരും തന്നെയില്ല. ആന്റോൺ ഇവാന്റെ കൂടെ പോവാ. ഇവാൻ തന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന നേരത്ത് അവര് അവസാനമായിട്ട് ഒരു സെൽഫി എടുക്കുന്നുണ്ട്. ഈ സമയത്താണ് വീടിന്റെ ഒരു മൂലയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ സ്വരം കേൾക്കുന്നത്. അവര് തിരിഞ്ഞു നോക്കുമ്പോ അത് ഇവാന്റെ മകളാണ് ടാന്യ. ഈ ഒരു സീനോട് കൂടിയാണ് ബാബയാഗ എന്ന ഈ ഒരു റഷ്യൻ ഫാന്റസി ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക്